കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമരമായിരുന്നു ആശാപ്രവർത്തകരുടെ സമരം. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ കണ്ണുനീരണിയിച്ച, മലയാളികളെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു സമരമായിരുന്നു. എത്രയോ സ്ത്രീകൾ തലമുണ്ടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് നടയിൽ ശയനപ്രതിഷ്ഠ നടത്തി. പട്ടിണിക്കഞ്ഞി വെച്ചു. അവർ കഞ്ഞി കുടിക്കാതിരുന്നു. വലിയ പ്രതിഷേധം നടത്തിയവർ 250 ദിവസത്തോളം അവർ സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വെയിലും കൊണ്ടവർ കരഞ്ഞു വിളിച്ചു. എന്തിനു വേണ്ടി? 1000, 2000, 3000 രൂപ കൂട്ടിക്കിട്ടുക എന്നുള്ള വളരെ കേവലമായ ഒരു ആവശ്യത്തിന് വേണ്ടി. കേരളത്തിൽ ഒരുപക്ഷെ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ വീടാന്തരം നടന്ന് സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കേഴ്സ്. ബാക്കി എല്ലാവരും ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം നല്ല സേവനം ചെയ്യുന്നവരാണ്. പക്ഷേ അവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അവരുടെ സേവനം കിട്ടുന്നത്. അതേസമയം വീടാന്തരം കയറി ആളുകളുടെ ആരോഗ്യരംഗത്ത് പരിശോധിക്കുന്നതിനും ഒക്കെ ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ആശാ വർക്കേഴ്സ്. അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തില്ല എന്നുള്ളതല്ല മലയാളിയുടെ പ്രതിഷേധം. ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ചിലപ്പോൾ കേന്ദ്ര ഒരു സ്കീം കൂടിയാണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം, സംസ്ഥാനത്തിൻ്റെ ഫണ്ട് വേണം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് അവരെ കേട്ടില്ല എന്നുള്ളതും അവരെ പരിഹസിച്ചതും ഒട്ടും ശരിയായില്ല. പലവട്ടം പരിഹസിച്ചു. മുഖ്യമന്ത്രി വിളിച്ച് കളിയാക്കി. മീറ്റിങ്ങിനെന്ന് പറഞ്ഞ് വിളിക്കും, ഒത്തുതീർപ്പെന്ന് പറഞ്ഞ് സമരാവശ്യങ്ങൾ കേൾക്കാനെന്ന് പറഞ്ഞ് വിളിക്കും, അവരെ കളിയാക്കി വിടും. മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പോലും അവരുടെ സമരത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് കേൾക്കാൻ തയ്യാറായില്ല. എന്നാൽ പ്രതിപക്ഷവും BJP ഒക്കെ ശക്തമായി അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു. കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം ഒന്നടങ്കം ആശാ വർക്കേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. അതൊരു ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു തൊഴിൽ സമരത്തിനോടൊപ്പം ആയിരുന്നില്ല, ഒരു ജനാധിപത്യ നിഷേധത്തിനോടൊപ്പമായിരുന്നു. എന്നാൽ ആശാ വർക്കേഴ്സ് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ നേതാക്കളൊക്കെ കൂടി ഇപ്പോൾ, നേരത്തെ അവർ നിലമ്പൂരിറങ്ങി UDFനെ വിജയിപ്പിച്ചു. അവർ അതേ ശ്വാസത്തിലും അതേ ഊർജത്തിലും ആശാ വർക്കേഴ്സ് വളരെ ഗൗരവമായി ആറന്മുള മണ്ഡലത്തിൽ ഇറങ്ങി നമ്മുടെ ആരോഗ്യ ചേച്ചിക്കെതിരെ, നേരത്തെ അമ്മച്ചി ആരോഗ്യ അമ്മയായിരുന്നെങ്കിൽ, ശൈലജ ടീച്ചർ ആരോഗ്യ അമ്മയായിരുന്നെങ്കിൽ ആരോഗ്യ ചേച്ചിയാണ് വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധവും വീണ ജോർജിനെതിരെ വോട്ടുപിടുത്തവും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കത്രിക വയറ്റിൽ പോയിട്ടുള്ള ഒരു മുസ്ലിം വനിതയുണ്ടായിരുന്നു. അവർ കത്രിക പിന്നെ എടുത്തു. അവരും അവിടെ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. അഭിൻ വർക്കിക്ക് വേണ്ടി പ്രചരണത്തിന് വന്നിട്ടുണ്ട്. അഭിൻ വർക്കി കൂടി അവിടെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് ആറന്മുള മാറുകയുണ്ടായി. ആറന്മുളയിൽ LDF ജയിച്ചിട്ടുണ്ട്, UDF ജയിച്ചിട്ടുണ്ട്. പിന്നെ UDFൻ്റെ ശിവദാസൻ പിള്ള അടക്കമുള്ള, മാലയത്ത് സരളാദേവി അടക്കമുള്ള കരുണാകരൻ്റെ സ്വന്തം സ്ഥാനാർത്ഥികൾ ഒരുപാട് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആറന്മുള. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 1-2 പ്രാവശ്യമായി ക്രിസ്തീയ വിഭാഗത്തിൻ്റെ വലിയ സ്വാധീനമുള്ള നിലയിലാണ് വീണ ജോർജ് ജയിച്ചത്. ക്രിസ്തീയ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അച്ഛന്മാരുടെ ഒരു കാൻഡിഡേറ്റായിട്ടാണ് ജയിച്ചത്. പക്ഷേ ഇപ്രാവശ്യം സംഭവിക്കുന്ന ഒരു അപകടം, വീണയ്ക്ക് വരാൻ പോകുന്ന ഒരു അപകടം, അഭിൻ വർഗിയും സഭയുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർത്തഡോക്സുകാരും മലങ്കരക്കാരും കത്തോലിക്കക്കാരും ഒക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇപ്രാവശ്യം വീണ ജോർജ് എന്നുള്ള ഒരു കുട്ടിയല്ല, വീണ ജോർജ് എന്ന് പകരം ഞങ്ങൾക്ക് 2 കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്, അതിൽ 7 കുട്ടി ജയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് സഭാ നേതൃത്വം പറയുന്നത് വലിയൊരു സൂചനയാണ്. അഭിൻ വർക്കിയുടെ വിജയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്. ക്രിസ്തീയ വോട്ടുകൾ കൃത്യമായി ഭിന്നിച്ചു പോവുകയും, അല്ലെങ്കിൽ ക്രിസ്തീയ വോട്ട് 2-3 സാധ്യതകളാണ് അവിടെ ആറന്മുളയിലുള്ളത്. ഹിന്ദു വോട്ട് 3ആയി പിരിയുകയും ക്രിസ്ത്യൻ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ അഭിൻ വർക്കി വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി അഭിൻ വർക്കിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ, വീണ ജോർജ് എന്നും അഭിൻ വർക്കി എന്ന് പറഞ്ഞ് ക്രിസ്തീയ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ ഹിന്ദു വോട്ടിൻ്റെ ഒരു വിഭാഗം കൂടെ പിടിക്കാൻ പറ്റിയാലും അഭിൻ വർക്കിക്ക് വിജയസാധ്യതയുണ്ട്. കുമ്മനം രാജശേഖരൻ വലിയ സീനിയർ നേതാവാണ്, ആറന്മുളയിൽ അതിവൈകാരികതയുള്ള നേതാവാണ്, ഒക്കെയാണ്. പക്ഷേ ഈ ത്രികോണ മത്സരത്തിൽ എത്ര കണ്ട് സാധ്യതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ വേറൊരു വലിയ പ്രശ്നമുള്ളത്, ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ ഒരു മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ്. ചിലപ്പോൾ ഭൂരിപക്ഷമായിരിക്കത്തില്ല, പക്ഷേ എങ്കിലും അവർ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ട് കിടക്കും. ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒരു പ്രത്യേകത, അവർ കൂടുതൽ വേണമെന്നില്ല, ഉള്ളവർ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടും. പലപ്പോഴും സഭ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ മറ്റു പലരും പറയുന്നത് കേട്ടുകൊണ്ടുള്ള ഒരു കഥയായിരിക്കും അവിടെ നടക്കുക. ആ നിലയിൽ അഭിൻ വർഗിയുടെ നില കൂടുതൽ ഭദ്രമാകുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. എന്നാൽ ശക്തമായി തന്നെ കുമ്മനം രാജശേഖരനും പിക്ചറിലുണ്ട്.
കുമ്മനം രാജശേഖരൻ ഞാൻ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ്. ആ ഒരു വ്യക്തിത്വം വർക്കൗട്ട് ചെയ്താൽ കുമ്മനം രാജശേഖരൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. അതുപോലെ തന്നെ ശബരിമല വിഷയം കറക്റ്റ് കത്തുന്ന നമ്മുടെ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ വീട് നിലനിൽക്കുന്ന മണ്ഡലമാണ് ആറന്മുള. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊരു 10 മീറ്റർ മാറിയിട്ടാണ് ഈ പത്മകുമാറിൻ്റെ വീട്. അപ്പോൾ പത്മകുമാറിൻ്റെ വീട്ടിൻ്റെ പേരും ആറന്മുള, റാന്നി, ആറന്മുള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയുടെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ആ സ്വാധീനവും കുമ്മനം രാജശേഖരൻ്റെ വ്യക്തിത്വവും ഒക്കെ കൂടി പ്രവർത്തനമായാൽ, അത് വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും കുമ്മനത്തിൻ്റെ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സ്ലൈറ്റ് എഡ്ജ് നിൽക്കുന്നത് അഫിൻ വർഗിക്കാണ്. കാരണം അഫിൻ വർഗിയെ സംബന്ധിച്ച് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം യുവാവാണ്, ചെറുപ്പക്കാരനാണ്, യാതൊരു രാഷ്ട്രീയ അഴിമതിയും മറ്റു കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. അത് കുമ്മനം രാജശേഖരനും കേട്ടിട്ടില്ല. അതേസമയം മറ്റവരെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർ തികഞ്ഞ പരാജയമായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരു മികവിൻ്റെ പേരിൽ അവർക്കൊരിക്കലും വോട്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ആൻറ്റി ഇൻകംബൻസ് വളരെ വലുതായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അഫിൻ വർഗിയായിരിക്കും അവിടെ കൂടുതൽ 1ാം സ്ഥാനത്ത് വരിക. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ, അട്ടിമറികൾ നടന്നാൽ കുമ്മനം രാജശേഖരനും ജയിക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മേൽക്കൈ നോക്കുമ്പോൾ അഫിൻ വർഗി അവിടെ 1ാമതായി നിൽക്കുന്നു. അതേസമയം വീണ ജോർജ് 3ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇലക്ഷനാണ്, വോട്ടാണ്, ജനങ്ങളാണ് ചെയ്യുന്നത്. എപ്പോഴും എന്തത്ഭുതവും എവിടെയും സംഭവിക്കാം. നമുക്ക് ഒന്നും പറയാനാകില്ല.